ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വോക്ക് വിത്ത് വിഷ്ണു എന്ന് പറയുന്ന ചാനൽ ഇതേവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ് ചെയ്യുക. അതിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് അവിചാരിതമായിട്ട് കരിമ്പടം എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കാൻ കാരണമുണ്ട്. അതിനകത്ത് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെ നിങ്ങൾക്കും അറിയാം. സജീന വ്ലോഗ്സിലെ സജീനയും ഈ കരിമ്പടം എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് അനസ് സൈനുദ്ദീനാണ്. നായിക തീർത്ഥ ഹരിദേവ്, സംവിധാനം അംലദ് ജലീൽ, ഗാനങ്ങൾ വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, നജീം. ഈ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിയ സജീനയോട് നമ്മുടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ വിറ്റ് കണ്ടന്റ് ആക്കിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? അവർക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞിട്ട് നിങ്ങൾ അത് നിർത്തുവാൻ തയ്യാറായില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു ഈ പറയുന്ന സജീനയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. അതിനുള്ള മറുപടി സജീനയല്ല പറഞ്ഞത്, പകരം രേണുസുതിയാണ്. അതുതന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഹലോ രേണു, മോളെ, ഇവിടെ ഞങ്ങളൊരു കരിമ്പടം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ലൊക്കേഷനിൽ പിന്നെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അനീഷ് പൊന്നപ്പൻ ഇരിപ്പുണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവര് എന്നെ ശരിക്കും വലിച്ച് ഈ ഒരു പേപ്പർ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഏണിക്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഈ അവസ്ഥയിൽ നിന്നെ വിറ്റ് ഞാൻ തിന്നുന്നൊക്കെയാണ് പറയുന്നത്. ഈ $100 നിനക്ക് അറിയാവോ? അങ്ങനെ ഒന്നുമില്ല. $100 ഓരോ മാസം കിട്ടുന്നെന്ന് നിനക്കറിയാവോ? ഓരോ മാസം ഈ രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷമാണ് സജീനയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. രേണുസുതിനെ വിറ്റ് കണ്ടന്റാക്കി സജീന ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിനു മുൻപ് ഈ രേണുവിനെ കുറിച്ച് സജീന നിരന്തരം വീഡിയോ ചെയ്തിരുന്നു. അതും അന്നും ഇന്നും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സജീന വീഡിയോ ചെയ്തത്. രേണുവിനെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ വന്നപ്പോഴും രേണുസുതിയുടെ ചാവേർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ രേണുസുതിക്ക് വേണ്ടിയിട്ട് പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പോരാടിയ ഒരു വ്യക്തിയാണ് സജീന. അന്നൊന്നുമില്ലാത്ത വിമർശനമാണ് ഇപ്പോൾ സജീന ഏറ്റുവാങ്ങുന്നത്. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. എന്നാലും വിമർശനങ്ങൾക്കുള്ള മറുപടി രേണുസുതി തന്നെ ഇപ്പോൾ വന്ന് നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് രേണുസുതി ആ ഒരു നന്ദി കാണിച്ചു എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും കാലം ഇവർ മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ സജീന ഇവരുടെ പേരും പറഞ്ഞ് പിരിവെടുത്തു എന്നുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പോലും രേണുസുതി വാ തുറന്നിട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ പിരിവെടുത്തത് ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയതുമാണ്. അതിന്റെ തെളിവുകൾ ഈ പറഞ്ഞ സജീന തന്നെ പുറത്തു വിട്ടു. അത് പ്രമുഖനായിട്ടുള്ള നമ്മുടെ ഒരു ബ്ലോഗറായിരുന്നു. ആ ഒരു വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ചാവേറായി പ്രവർത്തിച്ചിരുന്ന സജീന ധാരാളം ചീത്തവിളികൾ കേട്ടിരുന്നു. പക്ഷെ ഇന്ന് അവർ ഈ കേൾക്കുന്ന ചീത്തവിളി രേണുസുതിനെ കണ്ടന്റാക്കി വിറ്റ് തിന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനോടെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം രേണുവിൻ്റെ ഏറ്റവും മോശം സമയത്ത് അവർ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ രേണുവിൻ്റെ ഏറ്റവും നല്ല സമയത്തും രേണുവിനെതിരെ വന്ന പല അലിഗേഷൻസിനെ ഡിഫെൻഡ് ചെയ്ത് നിർത്താനും ഈ പറഞ്ഞ സജീന കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഒരിക്കലും ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചിടിച്ച് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. മേ ബി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും എൻ്റെ നിലപാടിനോട് യോജിപ്പുണ്ടാവില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, രേണുസുതിക്കെതിരെ വന്ന പല ആരോപണങ്ങളെയും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ ഇവർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. ഇവരുടെ മക്കളെ പലരും ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇവരതെല്ലാം തരണം ചെയ്ത് അന്നും ഇന്നും ആ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏറ്റവും നല്ല ഒരു സമ്പാദ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഒന്നാമത് ആരോഗ്യം, അതേപോലെ തന്നെ മറ്റൊന്നാണ് സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സജീനയാണെങ്കിലും ബന്ധങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അന്ന് അവർക്ക് രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. ധാരാളം റീച്ചും പണവും അവർക്ക് സമ്പാദിക്കായിരുന്നു.
രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ വീഡിയോ ചെയ്യുമ്പോൾ ഇവർക്ക് എന്തുമാത്രം റീച്ച് കിട്ടുമെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിന് ഉദാഹരണം എൻ്റെ ചാനൽ തന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്ത 3-4-5 വീഡിയോസ് കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ടോട്ടലി ഡൗൺ ആക്കി കളഞ്ഞു. എൻ്റെ ചാനലിലേക്ക് പിന്നെ ഓഡിയൻസ് വന്നിട്ടേ ഇല്ല. ഞാൻ അതിൽ നിന്ന് റിക്കവർ ആണ്ട് മറ്റു പല കണ്ടന്റുകളും പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിമർശനം സജീന അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. എന്തായാലും സജീനയുടെ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഓക്കെ, ബൈ.